ഞാൻ ഇന്നത്തെ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിശദീകരിക്കാം. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് പണം കൊടുക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്ന് അവർ വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്യാബിനറ്റ് കൂടിയെടുത്ത തീരുമാനത്തിന്റെ പിൻബലത്തിൽ ആ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരമാണ് ഇന്നത്തെ ക്യാബിനറ്റ് നടപടിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2-ാം തീയതി മന്ത്രിമാരുടെ യോഗം ചേർന്നു. പിന്നെ PRS വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി. പാലക്കാട് മാത്രമായിരുന്നു പ്രാഥമിക സംഘങ്ങൾ. അപ്പൊ എല്ലാം സിവിൽ സപ്ലൈസിന്റെ സപ്ലൈകോയുടെ കീഴിൽ കൊണ്ടുവന്നു. എന്നാൽ ഇതുവരെ 52 കോടി രൂപ ഈ പാക്സിന് പ്രൈമറി സംഘങ്ങൾക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ആ തുക കൺസോർഷ്യം കൊടുക്കും. SBI കാനറ ബാങ്ക് കൺസോർഷ്യവുമായിട്ട് നമ്മൾ ചർച്ച നടത്തി നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ കൂടി ആ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോ അതിനകത്തുള്ള തീരുമാനം പൂർണ്ണമായി എല്ലാവർക്കും പണം ഉടൻ തന്നെ വിതരണം ചെയ്യാൻ പറ്റും. പാലക്കാട് നെൽകർഷകർ ഒരു വലിയ തടസ്സമായിട്ട് നിന്നിട്ട് എല്ലാ തടസ്സങ്ങളും നീക്കി. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്പെഷ്യൽ ഗവൺമെന്റ് ബിൽഡർമാര്, അതുപോലെ സീനിയർ ഗവൺമെന്റ് ബിൽഡർമാര് കുറെ പേര് നമ്മളിന്ന് നിയമിച്ചിട്ടുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മുണ്ടത്തിക്കോട് ഗ്രാമത്തിലെ കട്ടക്കുളം പ്രദേശത്തെ വെടിമരുന്ന് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ അപകടത്തിൽപ്പെട്ടവർക്ക്, അതായത് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടവരുടെ ആശ്രിതർ, അപകട സ്ഥലത്ത് നിന്ന് ലഭിച്ച ശരീര ഭാഗങ്ങളുടെ DNA പരിശോധനയിൽ കണ്ടെത്തിയവരുടെ ആശ്രിതർ എന്നിവർക്ക് എല്ലാവർക്കും 14 ലക്ഷം രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോ വകുപ്പിന് കീഴിലും പ്രവർത്തിക്കുന്ന വിവിധ ബോർഡ് കോർപ്പറേഷനുകളിൽ മുൻ സർക്കാരിന്റെ കാലത്ത് നിയമിതരായി ഇപ്പോഴും തുടർന്നു വരുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരെ തൽസ്ഥാനത്ത് നിന്നും നിയമാനുസൃതമായി മാറ്റുന്നതിന് സ്വതന്ത്ര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്രകാരം വരുന്ന ഒഴിവുകളിൽ നിയമാനുസൃതം പുതിയ നിയമനങ്ങൾ നടത്തും. അന്തരിച്ച നവീൻ ബാബുവിന്റെ സഹധർമ്മിണി ശ്രീമതി മഞ്ജുഷയുടെ നിവേദനം പരിഗണിച്ച് കണ്ണൂർ ജില്ലാ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണകാരണത്തെ പറ്റി അന്വേഷിക്കുന്നതിനായി CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മകൾ കുമാരി നിരഞ്ജന നായർക്ക് പ്രത്യേക കേസായി പരിഗണിച്ച് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേരളത്തിലെ തീരപ്രദേശത്തെ കടലിൽ 2026 ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് തീരുമാനിച്ചു. ഇതാണ് മന്ത്രിസഭാ തീരുമാനം. പിന്നെ ഇന്ന് സഭയിൽ വച്ച വൈറ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ധവളപത്രം ഒരു കുറ്റാന്വേഷണ റിപ്പോർട്ടോ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റോ ഒന്നുമല്ല. സർക്കാർ അധികാരമേക്കുന്ന സമയത്ത് ഫിസ്ക്കൽ ഹെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും, സാധാരണക്കാരായ ആളുകളെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഡോക്യുമെന്റാണ്. എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു, എത്ര ബാധ്യതകളുണ്ട്, ഭാവിയിൽ എത്ര സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. വൈറ്റ് പേപ്പർ അനിവാര്യമാകുന്ന മറ്റൊരു പ്രധാന കാരണം പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ പാസാക്കിയ 26-27 ബജറ്റിലെ ന്യൂനതകളുടെ യഥാർത്ഥ ചിത്രം അതിനകത്ത് വരും. ഞാൻ നിയമസഭയിൽ പറഞ്ഞതുപോലെ 25-26 ബജറ്റ് കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണ്. ഇത് സ്റ്റേറ്റിന്റെ GSTPയുടെ 35.5% വരും. ഇപ്പൊ ഈ കടം കണക്കാക്കുന്നത്, കടത്തിന് പരിധിയുള്ളത് കൊണ്ട് കടം കണക്കാക്കുന്നത് സ്റ്റേറ്റ് GDPയുടെ GSTPയുടെ എത്ര ശതമാനം വരുമെന്നാണ്. 35.5% കടം വരുന്നത്. അതായത് 18 പ്രധാന സംസ്ഥാനങ്ങളുടെയാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. അത് ദേശീയ ശരാശരി 29.2ഉം ഈ 18 സംസ്ഥാനങ്ങളുടെ ശരാശരി 28.81ആണ്. അപ്പൊ കേരളത്തിൻ്റെത് 35.5%. ഉയർന്ന തോതിലാണ് ഈ കടവും GSTPയും തമ്മിലുള്ള റേഷ്യോ.
പലിശ, സംസ്ഥാനത്തിന്റെ പലിശ ചെലവ് വരുമാന ചെലവിന്റെ മൊത്തമുള്ള വരുമാനത്തിന്റെ നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിന്റെ 17.73% വരും. ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവാ. വികസന ചെലവ് ആകെ ചെലവിന്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിന്റെ? അപ്പൊ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, അത് മനസ്സിലായ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. മറ്റത് നേരെ 39.9 നമ്മുടെ ആവുമ്പോൾ 63.5 അവര് വികസന കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSDPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിന്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ. അതിനല്ല ഞങ്ങൾ ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പൊ ഇല്ല. 15,000 കോടി ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പൊ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ നികുതി വിഹിതം. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടുന്നു. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് നമ്മൾ. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവര് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസിൽ ആ ഷോർട്ട് ഫോള് 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ളത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പാണ് അടുത്ത്. അപ്പൊ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള DA DR കുടിശ്ശിക. DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്ക്. സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത്
ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെന്റ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വെക്കാതെ അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെന്റ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്ന് ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് ഉണ്ടാക്കി വെക്കും. വേറെ ഇത് കൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറയുന്ന പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കുള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും കാസ്പ് മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC/ST സ്കോളർഷിപ്പ് അരിയേഴ്സ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മൂന്നാം ഗഡു കൊടുക്കാതെയാണ് പോയത്, 1,982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പൊ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്ന് പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിൽ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പൊ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാന്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16-ന് 2,212 കോടിയായി. അപ്പൊ ഈ പൈസ ഇപ്പോ വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം, ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്റെ വാതിൽ തുറന്ന പലചരക്കടക്കാർ നിൽക്കുവാണ്, പാലുകാരൻ നിൽക്കുവാണ്, പത്രക്കാർ നിൽക്കുവാണ്, മീൻ കൊണ്ടുവന്ന് ജയിച്ചു വരെ അവിടെ നിൽക്കുവാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണെന്ന് പറഞ്ഞത്. എന്നാ ബാക്കി വെച്ചാൽ 3-ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3-ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പൊ ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയ 2024, 25 10 മാസം നെഗറ്റീവായിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തില്. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവായിരുന്നു ഈ തുക. ഇപ്പോൾ അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയാണ്. ഇപ്പൊ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 24, 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്നത് 38,000 കോടിയായിട്ട് കാണിക്കണം. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ
24, 25, 23, 24 കുറവ് വന്നു, വലിയ തുക പ്ലാൻ സൈസിൽ ഇല്ലേ, കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ? കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിന്റെ പൈസ, ട്രാൻസ്പോർട്ടിന്റെ പൈസക്ക് ഇതിന്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നു? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കി. പിന്നെ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ വലിയ അന്തരമാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം GSTP റേഷ്യോയിൽ 7.75 പക്ഷെ നാഷണൽ ആവറേജ് 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSTP അനുപാതത്തിൽ 6.41 ദേശീയ ശരാശരി 6.90 കുറവാണ്. ഇനി കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്നും കൂടി വ്യക്തമാക്കും. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2000 കോടി മുതൽ 3000, 4000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അത് ബജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവര് കടം മേടിക്കും. കടം മേടിക്കുന്ന വലിയ പലിശക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പൊ സർക്കാർ തന്നെ പണം, അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിന്റെ വലിയ പലിശ, ഭയങ്കര പലിശ, ഞാൻ കാണിച്ചു തരാം. വലിയ പലിശക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാരിന്റെ മീതെയുള്ള ഒരു ബാധ്യതയായി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. വരിക. നോക്കിയേ, പലിശ നോക്കിയേ, 8.809.56 അവസാനത്തെ കോളം. പലിശ നോക്കിയേ, പലിശ നിരക്കാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും, ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റിൽ കിട്ടും. സ്റ്റേറ്റ് പോലും ഇത്രയും വലിയ പലിശക്കല്ല എടുക്കുന്നത്. ഈ പലിശക്ക് എടുത്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ട് 6%, 7% ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അത് വലിയ ഒരു ഇതാണ്. പിന്നെ ഓരോ ജില്ലകളിലും ഒരു വിധത്തിലുള്ള ഒരു റീജിയണൽ ബാലൻസും ഇല്ലാതെ വിവേചനമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ് പരിപാടി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നോക്കിയേ, അപ്രൂവ്ഡ് 20.4% കണ്ണൂര്. രണ്ടാമത്തേത് 16.7% തിരുവനന്തപുരത്ത്. 3 പാലക്കാട് 15%. 4 എറണാകുളം 11.4%. ബാക്കിയൊക്കെ നോക്കിയേ, 3.9, 2.4, 5.5, 1.4, 4.5. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ചേ. ഇത് അരിയേഴ്സ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന് ലോൺ റീപേയ്മെന്റിലുള്ള സംസ്ഥാന ഗവൺമെന്റ് കിട്ടാനുള്ള പൈസയാണ് കാണിച്ചിരിക്കുന്നത്, പണ്ട് മുതലേ ഉള്ളത്. പിന്നെ സോഷ്യൽ സെക്ടറിലേക്കുള്ള ഓരോ സ്പെൻഡിങ് ഇപ്പൊ നോക്കിക്കോ. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സർവീസ്, കൃഷിക്ക് വേണ്ടി 2015-16 6.19 ഉണ്ടായിരുന്നത് ഇപ്പോ കുറഞ്ഞ് 3.20-2.97% കൃഷിയുള്ളത്. 15-ൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോ പെർസെന്റേജ് കൃഷിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക പകുതിയായി കുറഞ്ഞു. റൂറൽ ഡെവലപ്മെന്റ് 11.10 ഉണ്ടായിരുന്നത് 5.97 സഹകരണം 0.46, 0.10 ഇറിഗേഷൻ എല്ലാം കുറഞ്ഞു. പവർ 4.7, അത് മാത്രമാണ് കൂടിയിരിക്കുന്നത്, പവറിന്റെ മാത്രം. ബാക്കി എല്ലാം കുറവാണ്.
ഇതാണൊരു ചിത്രം. അപ്പൊ ഗുരുതരമായിട്ടുള്ള ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 20,500 കോടി രൂപയുടെ പ്രശ്നം, 48,000 കോടി രൂപയുടെ ബാധ്യത, മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിന്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. ഏതാ? അല്ല, അത് നമുക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ആ 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇല്ല. പ്ലാനിൽ പെടാത്ത തുകയുടെ എക്സ്പെൻഡിച്ചർ കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ചേർക്കാൻ പാടില്ല. അത് ഈ കിഫ്ബിയിലെ KSRTC മറ്റു തുകകള്, പെൻഷൻ ഫണ്ടിന്റെ ഒക്കെ പൈസ ഇതിനോട് ചേർത്തേക്കുക. ഫിനാൻസ് പോലും അറിയാതെ ചേർത്തേക്കുവാണ്. അല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറികടക്കണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ആ മാർഗങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഞാൻ ആദ്യം പഠിക്കും. അത് പഠിച്ചിട്ട് അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അല്ലല്ല, അത് വേറെ സംവിധാനം ഉണ്ടാക്കും. KSRTC അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ കുറച്ചുകൂടി സെൽഫ് റിലയന്റ് ആക്കാനാണ്. സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. കറക്റ്റ് ചെയ്യും. എങ്ങനെ? അല്ല, ഇപ്പൊ എന്തായാലും ഇല്ലല്ലോ. ഇപ്പൊ ഈ 14,000 കോടി കിട്ടില്ലല്ലോ. വേണ്ടെന്നാണ് അവർ ശുപാർശ കൊടുത്തേക്കണത്. അല്ല, ആളുകള് ജീവനക്കാരായിട്ടുള്ള ആളുകള് സംഘടനകളൊക്കെ ശുപാർശ തന്നിട്ടുണ്ട്. ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അതായത് അവര് പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന്. അതെങ്ങനെ കിട്ടണം? GST ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ള അത് വാറ്റും 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷൻ ആണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കാര്യത്തിലത്തെ ഒരു എമൗണ്ട് ആണത്. അല്ലല്ലോ, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അപ്പൊ ഈ 55,000 കോടി 5 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റ് കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്താണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതില്ല. അപ്പോഴോ എവിടെയാണ്, ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് പറഞ്ഞാൽ? ഏത് ഭാഗത്താണ് അങ്ങനത്തെ ഒരു വെള്ളപൂശല്? എവിടെയാണുള്ളത്? ഇതൊക്കെ ഈ ക്ലീശേ വന്ന കുറെ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീശേ വന്ന കുറെ വാചകങ്ങളാണ്, കുറെ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള കണക്കാണ്, റിയൽ കണക്കാണ്. അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീശേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ?
കണക്ക് കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. അല്ല അതല്ലല്ലോ പറഞ്ഞത്, അതിപ്പോ എല്ലാ കാലത്തും നഷ്ടത്തിലല്ലേ. അല്ല എല്ലാം കൂടി ചോദിക്കല്ലേ, ഞാനിപ്പോ ആദ്യം ചോദിച്ചതിന് മറുപടി പറയാം. KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു, പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിന്റെ 1/4 തുക കൊടുക്കണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിക്കാൻ. 5000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ 3000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് കൊടുത്ത സർക്കാർ കൊടുത്ത സഹായത്തിന്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പൊ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചെലവ് കൂടുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറെ കൂടെ സെൽഫ് റിലയന്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊക്കോട്ടെ, ഇതിങ്ങനെ പൊക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിന്റെ രീതി ചെയ്യണം. അല്ല, അതൊക്കെ ഒരു പോളിസി മാറ്റർ ആണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ. അല്ലെന്നേ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെന്റ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റും കേപ്പബിൾ അല്ല. എല്ലാ ഗവൺമെന്റുകളും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാണ്. ചില കമ്മിറ്റഡ് ആയിട്ടുള്ള ചില ഏരിയയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഗവൺമെന്റിന്റെ ജോലി ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. വേറെ സൗകര്യങ്ങൾ ആളുകൾക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും ആളുകൾക്ക് സംരംഭങ്ങൾ കൊണ്ടുവരാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നാണ്. ഗവൺമെന്റ് മുടക്കുന്ന പൈസ ഗവൺമെന്റിന് 3 കൊല്ലത്തിനും 5 കൊല്ലത്തിനിടയിൽ തിരിച്ചു കിട്ടണം. അതാണ് നമ്മുടെ പോളിസി. ഇതൊക്കെ ഞാൻ പറഞ്ഞ കുറെ വാക്കുകൾ ഉപയോഗിച്ച് ഇതൊക്കെ 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയി കിടക്കാണ്, അനങ്ങാതെ കിടക്കുകയാണ്. നമ്മൾ ഈ പൊതുജനത്തിന്റെ പണം, നിങ്ങളത് ആലോചിക്കണം, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം തെറ്റായ രീതിയിൽ മിസ്മാനേജ്മെന്റ് കൊണ്ട് അത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഓരോ വർഷം ഓരോ കണക്കും പറഞ്ഞിട്ട് ഓരോ കാര്യം ഓരോ ന്യായം പറയാണ് നമ്മൾ. അതിൽ നിന്ന് നമ്മൾ മോചിതരാവണം. ജനങ്ങളുടെ നികുതി പണം മുടക്കി ചെയ്യുന്ന സംരംഭങ്ങൾ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കൃത്യമായ പരിശോധന വേണം. 1 രൂപ സർക്കാരിന്റെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് നികുതി പണമാണ്. ആ നികുതി പണം ചെലവഴിക്കുന്നതിൽ സുതാര്യത വേണം. അതിന് ആവശ്യമായ കാലാനുസൃതമായ പരിഷ്കരണ കാര്യങ്ങൾ വേണം. ഇത് ഔട്ട്ഡേറ്റഡ് ആണ്, കാലഹരണപ്പെട്ട രീതികൾ ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുകയാണ്. പൈസ കൊടുക്കാനുള്ള ഗവൺമെന്റ് കൊടുക്കാനുള്ള എങ്ങനെയാണ് ഈ ഫ്രീ ആയിട്ടുള്ള യാത്ര അല്ല, അത് ഞങ്ങൾ അനൗൺസ് ചെയ്ത ഒരു വെൽഫെയർ സ്കീം അല്ലേ, അതിന് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും അവർക്ക്. അല്ലാതെ KSRTCക്കാരോട് പൈസ കൊടുക്കാൻ പറയും. ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും. ഗവൺമെന്റിന്റെ ഒരു വെൽഫെയർ സ്കീമാണത്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത ആ സ്കീമിന് ആവശ്യമായ പൈസ ബജറ്റിൽ മാറ്റിവെക്കും. മനസ്സിലായില്ല? അത് KSRTCയുടെ ബാധ്യത ആവില്ല. എന്താണ്? ആചാരമല്ല. ഈ മൺസൂൺ കാലത്ത് മത്സ്യത്തിന്റെ പ്രജനനം നടക്കുന്ന ഏറ്റവും വലിയ സീസണാണ്. ആ സീസൺ സമയത്ത് വലിയ തോതിലുള്ള
മത്സ്യബന്ധനം ഉണ്ടായാൽ, യന്ത്രവൽകൃത മത്സ്യബന്ധനം ഉണ്ടായാൽ അത് മത്സ്യത്തിന്റെ പ്രജനനത്തെ ബാധിക്കും എന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഫൈൻഡിങ് ആണ്. അതുകൊണ്ടാണ് ആചാരം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മാസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സയന്റിഫിക് ഫൈൻഡിങ്. മറ്റൊരു ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് വരെ നമ്മളത് ഫോളോ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഈ ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ എതിർപ്പുണ്ടാവും, ഭയങ്കര എതിർപ്പുണ്ടാവും മത്സ്യത്തൊഴിലാളികളുടെ, സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന്. ഈ ട്രോളിംഗ് നിരോധിച്ചില്ലെങ്കിൽ അതിശക്തമായ എതിർപ്പുണ്ടാവും. പിന്നെ കാലാവസ്ഥ അനുകൂലമല്ലല്ലോ. ആ ഉറപ്പായിട്ട് പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ, അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം. ആ എല്ലാത്തിലും ചെയ്യേണ്ടി വരുമല്ലോ, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. പ്രൈവറ്റ് ഇത് ചെയ്യേണ്ടി വരും. ലയിപ്പിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യണം? അതായത് ഇച്ചിരി വരുമാനമുള്ള ഒരു വീടും വരുമാനമില്ലാത്തൊരു വീടും കൂടി ഒരുമിച്ച് പോയെന്ന് പറഞ്ഞിട്ട് അതല്ല. നമ്മൾ സപ്ലൈകോയെ സെൽഫ് റിലയന്റ് ആക്കാനുള്ള ഒരു സ്കീം നമ്മൾ പ്രഖ്യാപിക്കും. അല്ല, അത് വെറുതെ കണക്കിൽ എഴുതി വെക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഗുണമില്ലല്ലോ. നമുക്ക് സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ ഇടപെട്ട് സാധാരണ മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അവർ 13 എസെൻഷ്യൽ കോമോഡിറ്റീസിന് സബ്സിഡി കൊടുത്തിട്ടാണ്, വിതരണം ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. ആ സബ്സിഡി കൊടുക്കേണ്ട തുക ഗവൺമെന്റ് കൊടുക്കുക. അതിന് പകരം അവരെ സെൽഫ് റിലയന്റ് ആക്കി അവർക്കത് ഗവൺമെന്റ് സബ്സിഡി ഇല്ലാതെ തന്നെ അവർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സപ്ലൈകോയെ എത്തിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇനി മതിയില്ല. അല്ലല്ല, അവര് പൈസ ഒന്നും അടയ്ക്കുന്നില്ലല്ലോ, സർക്കാർ കൊടുക്കുന്ന പൈസയല്ലേ അവരടയ്ക്കുന്നത്. അതെങ്ങനെ ഉണ്ടാകുന്ന? അവര് ഒരു പൈസ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ അവർ കടം കൊടുക്കുന്നു, സർക്കാരിന്റെ പൈസ കൊടുത്ത് അവർ ബേസിക് കോർപ്പസ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എന്താ കാര്യം? ബാധ്യത മുഴുവൻ സർക്കാരിനല്ലേ ഇവരുണ്ടാക്കി വെക്കുന്ന ബാധ്യത. മാത്രമല്ല, ഇപ്പൊ 30,000 കോടി ചെലവാക്കിയെന്ന് പറയും, പ്ലാനിലാണ് അത് ചെലവാക്കിയെങ്കിൽ 3000 കോടി രൂപ പട്ടികജാതിക്കാർക്ക് കിട്ടിയാണ്. ഇപ്പൊ എത്രയാണെന്നറിയാം? 30,000 കോടി ചെലവാക്കിയപ്പോ 80 കോടിയാണ് പട്ടികജാതിക്കാർക്ക് കിട്ടിയത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന് എതിരാണത് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ 30,000 കോടിയിലെ 3000 കോടി അവർക്ക് കിട്ടുന്ന പൈസയാണ്. അത് പ്ലാനിലുണ്ടായിരുന്നെങ്കിൽ ആ പ്ലാനിൽ നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുപോയി, ബജറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് 80 കോടി, 3000 കോടി പട്ടികജാതിക്കാരെ കിട്ടേണ്ട സ്ഥലത്ത് 80 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലെങ്കിലും ഉണ്ടാവില്ലേ, ഈ കാശ് PWDയെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നല്ലോ, ഉണ്ടാവില്ലേ? സ്പെഷ്യൽ സ്കീം ആയിരുന്നെങ്കിൽ. എല്ലാം കൂടി ഒരുമിച്ച് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. കിഫ്ബിയുടെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് പഠിച്ച് ഒരു വിദഗ്ധ സമിതി അത് പഠിച്ച് അവർ റിപ്പോർട്ട് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അത് പരിശോധിക്കും, ഉറപ്പായിട്ട് പരിശോധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറെ എണ്ണത്തിന് നമുക്ക് സെൽഫ് റിലയന്റ് ആക്കണം, കുറെ എണ്ണത്തിനെ സ്ട്രീം ലൈൻ ചെയ്യണം, കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മള് ടുഡേ we placed before the Honorable Kerala Legislative Assembly a status report on the Kerala's fiscal health. This is not a political document. This is the real situation of the state finance. You know that the last government presented a budget on the floor of the assembly only a few months back. They had a plan of 35,000 crores. Unfortunately, a huge amount, a major chunk of the plan amount is not in the plan now. Why that has happened? It was a wild guess from the last government side.
they expected more than 14,000 crores from the revenue deficit grant, which was allowed by the 15th Finance Commission. They expected this much of amount from the 16th Finance Commission. But 16th Finance Commission recommended that there is no need of revenue deficit grant. So the expected amount 14,000 crores is not there. Another thing, the last government expected the devolution of taxes, the percentage may be raised from 1.92 to 2.8. That was a wild guess. No information from the Finance Commission. Without getting any information, they calculated 2.8. But the recommendation of the 16th Finance Commission is only 2.38. So we have to find out another 5,758 crores. And some other grants expected, not going to receive. That is 600 crores. So 20,500 crores is not there. This is a peculiar situation, not faced by any of the governments so far in Kerala. And the other indicators also shows that our fiscal situation is very vulnerable. Outstanding liabilities, that is the liabilities of the state government, is 5.5% of the GSDP. The national average is 29.2. Major 18 states average is 28.81. Kerala is having a biggest debt GSDP ratio. And committed expenditure, just like interest and other things, 77.6% of revenue receipts. National average, it is only 46.1. Development expenditure, our aggregate disbursement is very low when we are comparing the national average of 63.5. Ours is only 39.9. Capital expenditure is also very bad, 1.34%, where the national average is 3.2%. Interest payments, that is also a committed expenditure, 70.73% of revenue expenditure, while the national average is only 11.99. These are the situation. Among the people that the cash balance in the treasury, cash balance is only 2,000 crores. That is received from the IGST grant and some center grants. But the liability is 48,000 crores. And we have to pay huge amount for KIFBI and the pension fund also. Immediate liability itself is 21,000 crores. And the KIFBI also, that is an extra budgetary mechanism started by the last government. It is also putting some pressure on the finance of the state. And ഇത് കൂടാതെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക അവസ്ഥ കൂടാതെ ഈ ഗൾഫ് യുദ്ധം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് റെമിറ്റൻസ് ആണ് ഗൾഫിൽ നിന്ന് വരുന്നത്. അതിൽ നിന്ന് കുറവ് വരുന്നുണ്ട്. ഒന്ന്. രണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് കേരളം പോലത്തെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിനെ ഗൗരവതരമായി ബാധിക്കും. കാരണം ഒരുപാട് ട്രക്കുകൾ പുറത്തു വരികയാണ്. വില കൂടാൻ, അല്ലെങ്കിൽ തന്നെ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം.
ഇത്രമാത്രം ഈ വില വർധന ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വില വർദ്ധിക്കാനുള്ള ഇടയാക്കും. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് മീതെ, സംസ്ഥാനത്തിന് മീതെ കൂടുതൽ സമ്മർദ്ദം, വിലക്കയറ്റത്തിന്റെ, നാണ്യപ്പെരുപ്പത്തിന്റെ, റെമിറ്റൻസ് കുറയുന്നതിന്റെ സമ്മർദ്ദം കൂടി സമ്പദ് വ്യവസ്ഥയുടെ മീതെ ഉണ്ട്, അഡീഷണൽ ആണ്. ഇതാണ് സ്ഥിതി, ഇതാണ് യഥാർത്ഥ സ്ഥിതി. No, this is the fiscal health of the state. This is only a status report.